വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന മുതിർന്നവരെ, അമ്മമാരെ, സഹോദരിമാരെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മൂർക്കനാട് ശിവക്ഷേത്രം ഇന്ന് അത്യപൂർവമായ ഒരു ചൈതന്യം ഉൾക്കൊള്ളുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളിലൊക്കെ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, ഈശ്വരീയമായ ചൈതന്യം ആ ശ്രീകോവിലിൽ നിന്നും പുറത്തു വന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിലും ശരീരത്തിലും കുടികൊള്ളുകയാണ്. ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ചൈതന്യം എത്രമാത്രം നമ്മളിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത്. ചൈതന്യവത്തായ ഈ ക്ഷേത്രത്തിൽ, ഈ ചൈതന്യവത്തായ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ എത്തിച്ചേരാൻ സാധിച്ചത് വലിയ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കേരളം ക്ഷേത്ര തന്ത്രശാസ്ത്ര വിദ്യയിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട്, പരിപാവനമായ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ ആ ക്ഷേത്രങ്ങളെ കേരളീയ ക്ഷേത്രങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് വിശിഷ്ടമായ കേരളത്തിലെ തന്ത്ര മന്ത്ര വിദ്യകളാണ്. വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി കാണും, ഈ തരത്തിലുള്ള തന്ത്രമന്ത്രങ്ങളൊന്നുമില്ല. ഈ തന്ത്രവിദ്യകളാണ് ക്ഷേത്രത്തെ ഐശ്വര്യപൂർണമാക്കുന്നത്. താന്ത്രിക വിദ്യയെപ്പറ്റി 2 പുസ്തകങ്ങളാണ് ആധികാരികമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ തന്ത്രസമുച്ചയം, രണ്ടാമത്തേത് മാധവജി എന്നറിയപ്പെടുന്ന പി മാധവന്റെ ക്ഷേത്ര ചൈതന്യ രഹസ്യം. ഈ 2 പുസ്തകങ്ങളാണ് ആധികാരിക ഗ്രന്ഥങ്ങൾ. ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഏത് ക്ഷേത്രത്തിൽ ഏതു മൂർത്തിയുടെ മുന്നിൽ ഏകാഗ്രചിത്തരായി മനുഷ്യര് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശ്വരന്റെ ചൈതന്യം നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ആ ബിംബത്തിന്റെ ചൈതന്യം, ആ വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വർദ്ധിക്കുന്നത് കൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിൽ, ശബരിമലയിലോ ഗുരുവായൂരോ ആയിക്കോട്ടെ, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് ഭക്തജനങ്ങൾ ഏകാഗ്രചിത്തരായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യവും വർദ്ധിക്കുന്നുണ്ട് എന്ന് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ഏകാഗ്രചിത്തരായി ഈ ഭാഗത്ത്, ഈ ക്ഷേത്രത്തിൽ മൂർക്കനാട് ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ, കുറച്ചെങ്കിലുമുള്ള ഭക്തജനങ്ങൾ എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ ഭാഗത്ത് കാണുന്ന ഐശ്വര്യം. ഈ ക്ഷേത്ര ചൈതന്യത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഒരു ക്ഷേത്രം ചൈതന്യവത്താകുകയാണെങ്കിൽ ആ ചൈതന്യം കേവലം ഭക്തജനങ്ങളിൽ മാത്രമല്ല വരിക, ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സകല സമൂഹത്തിനും ആ ചൈതന്യത്തിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാവും. ഭക്തജനങ്ങൾക്ക് മാത്രമല്ല, എല്ലാവരും നന്നാവും. ജാതിയോ മതമോ ഒന്നുമില്ലാതെ, മനുഷ്യനോ മൃഗമോ എന്നില്ലാതെ ഈ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പോൾ ഈ പരിസരമാകെ ധന്യമാവുകയാണ്, ഐശ്വര്യപൂർണമാവുകയാണ്. ആ ഐശ്വര്യം ഇവിടുത്തെ ജനങ്ങളിൽ കാണാം, മൂർക്കനാട്ടെ ജനങ്ങളിൽ കാണാം. ഇത് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൻ്റെ അനന്യമായ ഒരു പ്രത്യേകതയാണ്. എന്താണ് ആ പ്രത്യേകത? ഭഗവാൻ പറയുന്നത്, ഭഗവാൻ നിലകൊള്ളുന്നത് സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു ക്ഷേത്രത്തിലും പൂജാരി പ്രാർത്ഥിക്കുമ്പോൾ, മേൽശാന്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു മന്ത്രം എപ്പോഴെങ്കിലും വരും. അത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ്.
ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നല്ല, ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും, സമസ്ത ജനങ്ങൾക്കും സൗഭാഗ്യമുണ്ടാകണേ, ഐശ്വര്യമുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വേറെ ഒരു സംസ്കാരം ലോകത്തിലുണ്ടാവില്ല. ഭാരതത്തിൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു സംസ്കാരം ഉണ്ടാവുകയുള്ളൂ. എനിക്ക് മാത്രമല്ല, മുഴുവൻ ലോകത്തിനും ഐശ്വര്യമുണ്ടാകണേ എന്ന്. എന്താണ് ആ ചിന്തയ്ക്ക് കാരണം? ആ ചിന്തയ്ക്ക് കാരണം നമുക്ക് മാത്രമായിട്ട് ഒരു ഐശ്വര്യം എന്നൊന്നില്ല, നമുക്ക് മാത്രമായിട്ട് സുഖം എന്നൊന്നുമില്ല, നമുക്ക് മാത്രമായിട്ടൊരു സന്തോഷവുമില്ല. നിങ്ങൾക്ക് തോന്നും, എൻ്റെ വീട്ടിലെല്ലാം അത്യാവശ്യമുണ്ട്, കാറ്, ഫ്രിഡ്ജ്, AC ഒക്കെ ഉണ്ട്, മക്കളൊക്കെ നല്ല നിലയിലായി, സന്തോഷത്തോടു കൂടി കഴിയാം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ അയലത്തെ വീട്ടിൽ ഒരു മഹാമാരി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കുമോ? എവിടെ പോകും നിങ്ങളുടെ സന്തോഷവും സമാധാനവും ശാന്തിയും? വേണ്ട, അയലോക്കമെല്ലാം സുഖമായിട്ടിരിക്കണു. നാട്ടിൽ കലാപമാണെങ്കിലോ? ഭാരതത്തിൽ ജനിച്ച നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അങ്ങനത്തെ കലാപങ്ങൾ ഒരിക്കലും വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. നാട്ടിൽ കലാപമാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? രാജ്യത്ത് യുദ്ധമാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഓർത്തു നോക്കിയാൽ ഇസ്രായേലും ഹമാസും ഒക്കെ തമ്മിലുള്ള യുദ്ധം. രണ്ട് നാട്ടിലെയും ആളുകൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കില്ല. അപ്പം സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ, ശാന്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമുക്ക് മാത്രം ഭഗവാൻ നല്ലത് ചെയ്താൽ പോരാ, മുഴുവൻ സമൂഹവും സമസ്ത ജീവജാലങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഞാൻ പറയുന്നു സമസ്ത ജീവജാലങ്ങൾക്കും എന്നുള്ളത്. ഇതും നമ്മുടെ സംസ്കാരത്തിൻ്റെ അനന്യമായ ഒരു പ്രത്യേകതയാണ്. വേറെ ഒരു യൂറോപ്യൻ ചിന്താധാരകളും മനുഷ്യന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. മറ്റ് ജീവജാലങ്ങളെ അവർ കാണുന്നില്ല. യൂറോപ്യൻ കാഴ്ചപ്പാടിൽ ദൈവം മനുഷ്യനെ, ഭൂമിയെ ഉണ്ടാക്കിയത് തന്നെ മനുഷ്യന് ജീവിക്കാനാണെന്നാണ്. ഭൂമിയിൽ മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് കൊന്ന് ഭക്ഷിക്കാനാണെന്നാണ്. ഇവിടെ ജീവജാലങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യാനുള്ള മുഴുവൻ അധികാരവും മനുഷ്യന് നൽകിക്കൊണ്ടാണ് ഈ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്താധാരയിലാണ് യൂറോപ്പ് മുന്നോട്ട് പോകുന്നത്, ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ചിന്താധാര അവിടെ ഉള്ളപ്പോഴും ഭാരതത്തിൽ നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം സകല ചരാചരങ്ങളിലും, ഭൂമിയിലുള്ള സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം തുടിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനിൽ മാത്രമല്ല, നാം എല്ലാം ആ പരമാത്മാവിൻ്റെ അണുക്കളാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആത്മാവ് ആ പരമാത്മാവിൻ്റെ കണങ്ങളാണ്. അദ്വൈതം പറയുന്നത് അതാണ്. ആ പരമാത്മാവിൻ്റെ കണങ്ങൾ കേവലം മനുഷ്യനിൽ മാത്രമല്ല, സാധാരണയുള്ള പട്ടിയിലും പൂച്ചയിലും പക്ഷികളിലും പ്രാവിലും കാക്കയിലും മത്സ്യത്തിലും വൃക്ഷങ്ങളിലും വൃക്ഷലതാദികളിലും എല്ലാം തന്നെ ആ ഭഗവാന്റെ ആത്മാവിൻ്റെ കണങ്ങളുണ്ട്. സകല ചരാചരങ്ങൾ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ വിശ്വാസങ്ങൾ, ഭാരതീയമായ വിശ്വാസങ്ങളിൽ കേവലം ക്ഷേത്രാധിഷ്ഠിതമായ ബിംബവിശ്വാസം മാത്രമല്ല ഉള്ളത്. നമ്മൾ മരങ്ങളെ പൂജിക്കുന്നു. ഏത് ക്ഷേത്രത്തിലും ഒരു ആൽമരമുണ്ടാവും. നമ്മൾ പോകുമ്പോൾ ആ ആൽമരത്തിന് ചുറ്റും വലം വെച്ച് തൊഴുതിട്ട് പോകും. എന്തിനാണ് മരത്തിനെ പൂജിക്കുന്നത്? ആ മരത്തിലും ഈശ്വരീയമായ ചൈതന്യമുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളിലുള്ളത് കൊണ്ടാണ്. പലപ്പോഴും യൂറോപ്പിൽ നിന്ന് വരുന്നവർ നമ്മളെ പരിഹസിക്കും. ഇവർ പറയും, ഈ ഇന്ത്യക്കാർ ഭ്രാന്തന്മാരാണ്, ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇവർ മരങ്ങളെ പൂജിക്കുന്നു, ഇവർ മൃഗങ്ങളെ പൂജിക്കുന്നു, പശുവിനെ പൂജിക്കുന്നു. പശുവിന് എന്താണ് പ്രത്യേകത? മൃഗങ്ങളെ പൂജിക്കുന്ന ഒരു ജനതയുണ്ടോ? ഇവർ പർവ്വതങ്ങളെ പൂജിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പഹാഡി മാത എന്ന് പറഞ്ഞ് പർവ്വതങ്ങളെ പൂജിക്കുന്നവരാണ് ഹിന്ദുക്കൾ. ഇവർ നദികളെ പൂജിക്കുന്നു, നദികളിൽ ദൈവത്തെ കാണുന്നു. ഗംഗാമാത, ഒരു കുംഭമേള ഈ അടുത്ത കാലത്ത് നടന്നു. 64 കോടി ജനങ്ങളാണ് ഒരു മാസത്തെ ആ ഇടവേളയിൽ കുംഭമേളയിൽ പോയിട്ട് മുങ്ങി. അവിടെ വേറെ ക്ഷേത്ര ദർശനമൊന്നുമില്ല. കുംഭമേളയിൽ ക്ഷേത്ര ദർശനമൊന്നുമില്ല. ഗംഗാതീരത്ത് പോകുക, ആ ഗംഗയിൽ മുങ്ങി കുളിക്കുക.
അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് 64 കോടി ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്തു. ആരും ആഹ്വാനം ചെയ്തില്ല കുംഭമേളയിൽ പോണമെന്ന്. ആരും യാത്രകൾ സംഘടിപ്പിച്ചില്ല. ഒരു സംഘടനകളും കൂട്ടം കൂട്ടമായി പോകാനുള്ള സൗകര്യമൊരുക്കിയില്ല. സ്വന്തം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഗംഗയിൽ, ഈ കുംഭമേളയുടെ പരിപാവനമായ സമയത്ത് കുളിച്ച് തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ആ ഗംഗാമാതാവിനെ വന്ദിക്കണം എന്ന് പറഞ്ഞ് പ്രയാഗിൽ ചെന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം പകുതി വരും. ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ അവിടെ പോയി അവിടെ പോയി ഗംഗയിൽ മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറും? ആരും പറഞ്ഞില്ല. നിങ്ങൾ ആ ഗംഗയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും? ആരും വാഗ്ദാനം ചെയ്തില്ല. നിങ്ങൾ ആ ഗംഗയിൽ പോയി കുളിച്ചാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും? ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു വിശ്വാസമില്ല. അതൊന്നുമില്ലാതെ തന്നെ ഓർത്തു നോക്കുക, 64 കോടി ഇന്ത്യക്കാർ ആ ഗംഗയിൽ പോയി മുങ്ങുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ സാധാരണക്കാരെയുള്ള താഴെയുള്ള സാധാരണക്കാരൻ വരെ ആരും പറയാതെ ഉള്ളിൽ നിന്നുള്ള പ്രചോദനവുമായിട്ട്. അത് ഭാരതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്ത് വേറെ എങ്ങും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. 64 കോടി പോയിട്ട് 1000 കോടി പേര് ഏതെങ്കിലും ഒരു പുഴയിൽ പോയി കുളിക്കാൻ വേണ്ടി പോകുന്ന ചരിത്രം ലോകത്തിലെങ്ങും ഉണ്ടാവില്ല. ഭാരതത്തിലുണ്ട്. കാരണം ആ ഗംഗയെ, ആ പമ്പയെ, ആ കാവേരിയെ നമ്മൾ ഭഗവാന്റെ പ്രതിരൂപങ്ങളായിട്ട് കാണുന്നു. നമുക്ക് ജീവൻ തന്ന് നമ്മുടെ ജീവനെ വളർത്തുന്ന എന്തും നമുക്ക് ഭഗവാനാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം, ജലം വേണം. ആ ജലം വരുന്ന നദികൾ ഭഗവാന്റെ പ്രതീകങ്ങളാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം. ആ സൂര്യൻ നമുക്ക് ഭഗവാനാണ്. അമ്മ നമുക്ക് പാൽ തരും ചെറിയ പ്രായത്തിൽ. ഒരു പ്രായം കഴിഞ്ഞാൽ അമ്മ പാല് തരില്ല. പിന്നെ നമുക്ക് പാല് തരുന്നത് ആരാണ്? പശുവാണ്. അതുകൊണ്ട് ഗോ നമുക്ക് മാതാവാണ്. അങ്ങനെ സകലത്തിലും, വൃക്ഷത്തിലും, പുഴയിലും, മൃഗങ്ങളിലും, മത്സ്യങ്ങളിലും, വൃക്ഷലതാദികളിലുമെല്ലാം ദൈവീകമായ അംശം കാണുന്ന അനന്യമായ ഒരു സംസ്കാരം. ആ സംസ്കാരം നമ്മുടേത് മാത്രമാണ്. അതിന് കിടപിടിക്കാൻ വേറൊരു സംസ്കാരമില്ല. എന്തടിസ്ഥാനത്തിലാണ് ഈ സംസ്കാരം മുന്നോട്ട് പോകുന്നത്? ഈ സംസ്കാരം മുന്നോട്ട് പോകുന്നത് ധർമ്മം എന്ന് പറയുന്ന നമ്മുടെ ആചാര്യന്മാർ, മുനിമാർ, ഋഷിമാർ 1000 വർഷമായിട്ട് തപസ് ചെയ്ത് ഉരുത്തിരിഞ്ഞെടുത്ത ധർമ്മം എന്ന കാഴ്ചപ്പാടിലൂടെയാണ്. ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് 4 കാര്യത്തിനായിരിക്കണം എന്നാണ് പറയുന്നത്. ചതുർവിധ പുരുഷാർത്ഥം എന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാർത്ഥ കാമ മോക്ഷം. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം മനുഷ്യൻ ജീവിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിയമമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. അത് പാർലമെന്റ് ഉണ്ടാക്കിയതല്ല ആ നിയമം. അത് അസംബ്ലി ഉണ്ടാക്കിയതല്ല ആ നിയമം. ആയിരക്കണക്കിന് വർഷത്തെ നമ്മുടെ ഋഷിമുനിമാര് മനനം ചെയ്ത് മനുഷ്യ സമൂഹത്തിന് നല്ലതാണ് ഈ നിയമം എന്ന് പറഞ്ഞ് തന്ന ആ നിയമം നമ്മൾ ഓരോരുത്തരും പരിപാലിക്കുന്നു. ആ ധർമ്മം പരിപാലിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രയെല്ലാം വൈവിധ്യമുള്ള നമ്മുടെ രാജ്യം. ഒന്ന് ഓർത്തു നോക്കുക. നമ്മുടെ ഇന്ത്യയെ പറ്റി നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഏതെല്ലാം ഭാഷകൾ, ഇത്രയധികം ഭാഷകളുള്ള ഒരു രാജ്യമുണ്ടോ? ഏതെല്ലാം ഭക്ഷണ രീതികൾ. നമ്മൾ കഴിക്കുന്നതാണോ യു പിക്കാരൻ കഴിക്കുന്നത്? യു പിക്കാരൻ കഴിക്കുന്നതാണോ നാഗാലാൻഡുകാരൻ കഴിക്കുന്നത്? എത്രയെല്ലാം വേഷവിധാനങ്ങൾ, നമ്മൾ ഉടുക്കുന്ന വസ്ത്രധാരണ രീതികൾ എത്ര, സംസ്കാരങ്ങൾ എത്ര, വിശ്വാസങ്ങൾ എത്ര. ഇത്രയധികം വൈവിധ്യമാർന്ന ഒരു ജനത ലോകത്തിലെ വേറെ ഒരു രാജ്യത്തും ഉണ്ടാവില്ല. എന്നിട്ടും സ്വാതന്ത്ര്യം കിട്ടി 75-76 വർഷമായിട്ടും ഭാരതം ഒരു രാജ്യമായിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു. ഭാരതത്തിൽ നിന്നും വിട്ടുപോകണമെന്ന് ആരും പറയുന്നില്ല. ഇതൊരു മഹാത്ഭുതമാണ്. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ വിഘടിക്കപ്പെട്ടു. ജർമ്മനി വിഭജിച്ചു, വിയറ്റ്നാം വിഭജിച്ചു. ഏതെല്ലാം രാജ്യങ്ങളാണ് വിഭജിക്കപ്പെട്ടത്? ഇന്ത്യയും വിഭജിക്കപ്പെട്ടു, ഇല്ല എന്ന് പറയണില്ല.
പക്ഷെ കഴിഞ്ഞ 75 വർഷമായിട്ട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ ക്രമം എന്നുള്ള നിലയിൽ ഒരുമിച്ച് പോകുന്നതിൻ്റെ പുറകില് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, സോമനാഥം മുതൽ കാമാഖ്യ വരെ ഉള്ള ജനങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ സംസ്കാരമുണ്ട്. അവർ വിശ്വസിക്കുന്നത് ഒരേ സംസ്കാരത്തിലാണ്. അവരെയെല്ലാം പിടിച്ചു നിർത്തുന്നത് ഒരേ ധർമ്മമാണ്. ആ ധർമ്മം ആണ് ഭാരതത്തെ ഇന്ന് 75 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അമ്മമാർക്കറിയാം, ദരിദ്ര രാജ്യം എന്ന് പറയുന്ന ഭാരതം, പിച്ചച്ചെട്ടിയിട്ട് നടന്നിരുന്ന ഭാരതം 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിരിക്കുകയാണ്. ഒരു 2030 ആവുമ്പോൾ ആ സ്ഥാനം ഇന്ത്യ 3-ാമതാവും. 2050 ആവുമ്പോൾ ഇന്ത്യ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ സാമ്പത്തികമായി എത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സ്ഥാനത്തെത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കരുതുക, മറ്റ് രാജ്യങ്ങൾ 1-ാം സ്ഥാനത്ത് വരുന്നത് പോലെ അല്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തിലെ വലിയ ശക്തികളായിരുന്നു. അവരെങ്ങനെയാണ് 1-ാം സ്ഥാനത്ത് എത്തിയതെന്ന് അറിയോ? ആയുധങ്ങൾ ഉണ്ടാക്കി വിറ്റ് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി ലോകരാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് രണ്ടുപേർക്കും ആയുധ കച്ചവടം നടത്തി ഭീഷണിപ്പെടുത്തിയാണ് അവരൊന്നായത്. ഭാരതം ലോകശക്തിയാകുമ്പോൾ ഒരിക്കലും ആയുധത്തിൻ്റെ ബലത്തിലല്ല ഭാരതം ഒന്നാവുന്നത്, ഭാരതം ശക്തമാകുന്നത്. ഭാരതം അവരുടെ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ച് ലോക ഗുരുവായിട്ട് മുന്നോട്ട് വരികയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഇന്ന് ഭാരതം എവിടെ നിൽക്കുന്നു? ഇന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും ബഹുമാനമാണ്. ഈ അടുത്ത കാലത്തൊരു യുദ്ധം നടന്നു, റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ യുദ്ധം. അവിടെയുള്ള വിദേശികളെല്ലാം പെട്ടുപോയി, തിരിച്ചു പോകാൻ വയ്യ, വിമാനത്താവളങ്ങളൊക്കെ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, അത്ര തീവ്രമായ യുദ്ധം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങളുടെ കുറച്ച് കുട്ടികൾ അവിടെ മെഡിസിന് പഠിക്കുന്നുണ്ട്, അവർക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തോടു കൂടി നാട്ടിൽ എത്താനുള്ള സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ റഷ്യയും ഉക്രൈനും 2 ദിവസം വെടിനിർത്തി. അവർ പറഞ്ഞു, ഇന്ത്യക്കാരായ കുട്ടികൾക്ക് നാട്ടിലേക്ക് പോകാൻ ഞങ്ങൾ യുദ്ധം നിർത്തിവെക്കുകയാണ് 1-2 ദിവസത്തേക്ക്. ആ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പതാകയുമായിട്ട് പുറത്തിറങ്ങുന്ന ആരെയും ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല. ലോകത്തിൻ്റെ യുദ്ധ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം നിർത്തിവെക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി യുദ്ധം നിർത്തിവെച്ചു. ഇന്ത്യൻ പതാകയുമായിട്ട് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായി ഇവിടെ എത്തി. ഇന്ത്യൻ കുട്ടികൾ മാത്രമല്ല, ഇന്ത്യൻ പതാകയുമായിട്ട് നേപ്പാളിലെ കുട്ടികളും പാകിസ്ഥാനിലെ കുട്ടികളും വന്നു. അവരും സുരക്ഷിതമായിട്ട് അവരവരുടെ നാട്ടിലെത്തി. എവിടെ നിൽക്കുന്നു നമ്മൾ? ഈ അടുത്ത കാലത്ത് കോവിഡ് മഹാമാരി വന്നു, നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. ആ കോവിഡ് മഹാമാരി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാക്സിൻ ഉണ്ടാക്കി ലോകത്തിന് ദാനം ചെയ്തു. 36 രാജ്യങ്ങൾക്കാണ് ഇന്ത്യ വാക്സിൻ ഉണ്ടാക്കി കൊടുത്തത്. സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു, കോവിഡ് കാലത്ത് ഇന്ത്യക്കാര് വാക്സിൻ മിതമായ വിലയ്ക്ക് നമുക്കന്ന് എക്സ്പോർട്ട് ചെയ്ത് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ത്യ വാക്സിൻ തന്നില്ലായിരുന്നെങ്കിൽ നമ്മളുടെ കാര്യം കഷ്ടത്തിലായേനെ. ലോകത്തിന് ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ നൽകുന്നത് ഇന്ത്യയാണ്. നിങ്ങൾക്കറിയാമോ, ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യ ഇന്ന് അറിയപ്പെടുന്നത് ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണ്. ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ എന്നാണ്. ലോകത്തുണ്ടാക്കുന്ന മരുന്നുകളിൽ 40% മരുന്നുകൾ ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത്. ലോകത്തുണ്ടാക്കുന്ന ജനറിക് മരുന്നുകളിൽ 50% മരുന്ന് ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യ ഇന്ന് ഇന്ത്യ ഒരു മെഡിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറിക്കഴിഞ്ഞു. വിദേശത്ത് നിന്നും ആളുകൾ ഇന്ത്യയിലേക്ക് വരികയാണ് ചികിത്സിക്കാൻ. അത് അലോപ്പതിയിൽ മാത്രമല്ല, ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും എന്തിനും ഇന്ത്യയിലേക്ക് വരികയാണ് അസുഖങ്ങൾ മാറ്റാൻ. അത് ഇന്ത്യയിലുള്ള ഡോക്ടർമാരുടെ സവിശേഷമായ സ്കില്ല്, ഇന്ത്യയിലെ നഴ്സുമാരുടെ സവിശേഷമായ സ്കില്ല് അത് കണ്ടുകൊണ്ട്, അത് ലോകത്ത് അമേരിക്കയിൽ ഒരു ഗുളികയ്ക്ക് $1000 ആണെങ്കിൽ
ഇന്ത്യയിൽ ആ ഗുളികയ്ക്ക് 40 രൂപയെ വിലയുള്ളൂ. അത്ര വില കുറഞ്ഞ മരുന്നുകളും വില കുറഞ്ഞ ചികിത്സാ സമ്പ്രദായവും എന്നാൽ ക്വാളിറ്റിയുള്ള ചികിത്സയും ഇന്ന് ഭാരതത്തിൽ ലഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും, മലയാള മനോരമയിലൊക്കെ വരും, ശ്രീലങ്കയിൽ നിന്നും വന്ന കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ അമൃത ആശുപത്രിയിൽ നടത്തി, പാകിസ്ഥാനിൽ നിന്നും വന്ന കുട്ടിയുടെ ശസ്ത്രക്രിയ എയിംസ് ഹോസ്പിറ്റലിൽ നടത്തി. അങ്ങനെ ഇന്ത്യ, നമ്മുടെ നാട് ലോകത്തിന് മാതൃകയാക്കി. യുദ്ധം ചെയ്തിട്ടല്ല. നിങ്ങൾ ഓർക്കുക, ലോകത്ത് ലോക രാജ്യങ്ങൾ മുഴുവൻ യുദ്ധം ചെയ്യുന്നത് ഭൂമിക്ക് വേണ്ടിയാണ്, പലപ്പോഴും പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇന്ത്യ മറ്റൊരു രാജ്യത്തിനെ, ഒരു ഭൂഖണ്ഡം പിടിച്ചടക്കാൻ വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. ഭൂമി പഠിച്ചെടുക്കാൻ വേണ്ടി ഭാരതം യുദ്ധം ചെയ്തിട്ടില്ല. ലോകത്തിലെ ബാക്കി എല്ലാ യുദ്ധങ്ങളും, ഇപ്പോൾ പലസ്തീനും ഹമാസും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങളുടെ കാരണം ഭൂമിയാണ്. നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടുരാജ്യങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട് പരസ്പരം, അവർ പോലും ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. പുരാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ രാവണനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രീലങ്ക വരെ പോയി. ശ്രീലങ്ക രാവണനെ നിഷ്കാസനം ചെയ്തു. ശ്രീരാമന് വേണമെങ്കിൽ ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാക്കാമായിരുന്നു. ശ്രീരാമചന്ദ്രൻ ആക്കിയില്ല. ശ്രീരാമേന്ദ്രൻ വിഭീഷണനെ അവിടെ രാജാവായി വഴിച്ച് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ അനന്യമായ ഒരു സംസ്കാരമുള്ള ഒരു ദേശത്ത്, അനന്യമായിട്ടുള്ള കമ്പാരിസൺ ഇല്ലാത്ത ഒരു വിശ്വാസം, ആ വിശ്വാസം ഉള്ള ഒരു ജനത, ഈ സംസ്കാരം, ഭാരതത്തിൻ്റെ ഈ ദർശനം ലോകത്തിന് മാതൃകയാണ്. ഈ ദർശനം ലോകം സ്വീകരിച്ചില്ലെങ്കിൽ അത് ലോകത്തിന് ദോഷമായി തീരും. എന്താ കാരണം? ലോകത്ത് മുഴുവൻ മതതീവ്രവാദം വളരുകയാണ്. നമുക്കറിയാം, എല്ലായിടത്തും ബോംബ് പൊട്ടുകയാണ്. ആളുകളെ നിഷ്കരണം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി കൊല്ലുന്നു. ചിലർ അരയ്ക്ക് ബോംബ് കെട്ടിപ്പോയി നാട്ടുകാരുടെ നടുക്ക് വെച്ചിട്ട് ഹ്യൂമൻ ബോംബായി 100 പേരെ കൊല്ലുന്നു. അമേരിക്കയിൽ വിമാനങ്ങൾ ഓടിച്ചു വന്ന് സൗധങ്ങൾ തകർക്കുന്നു. എല്ലാം മതത്തിൻ്റെ പേരിലാണ്. വിശ്വാസത്തിൻ്റെ പേരിലാണ്. എന്താണ് ഇതിൻ്റെ ആവശ്യം? എൻ്റെ മതമാണ് ഏറ്റവും നല്ല മതം, എൻ്റെ മതമാണ് ശരിയായിട്ടുള്ള മതം, എൻ്റെ ഈശ്വരൻ മാത്രമാണ് ഈശ്വരൻ എന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ ഈശ്വരന്മാരെല്ലാം പിശാചുക്കളാണ് എന്ന് പറയുന്ന സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭാരതം പറയുന്നു, എല്ലാ മതങ്ങളും ഒരേ ദൈവത്തെങ്കിലേക്കുള്ള പല മാർഗങ്ങൾ മാത്രമാണ്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്ത് നിന്നും വീഴുന്ന ജലഗണങ്ങളെല്ലാം ചെറിയ അരുവികളായി ഒഴുകി എങ്ങനെ ഒരേ കടലിലെത്തുന്നോ, അതുപോലെ നമ്മൾ ഏതൊക്കെ ഭഗവാനെ ഏതൊക്കെ രൂപത്തിൽ പ്രാർത്ഥിച്ചാലും അന്തിമമായിട്ട് ആ പ്രാർത്ഥന ചെന്നെത്തുന്നത് ഒരേ ഭഗവാനിലേക്കാണ്. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഇത് നമ്മൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസമല്ല, നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വിശ്വാസമാണ്. എന്തേ അങ്ങനെ? എത്ര ഹിന്ദുക്കള് വേളാങ്കണ്ണി പുഴയിൽ പോയി തൊഴാറില്ലേ? എത്രയോ ഹിന്ദുക്കൾ വേളാങ്കണ്ണി പള്ളിയിൽ പോയി തൊഴുന്നു. എത്രയോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശബരിമലയിൽ പോയി തൊഴുന്നു. എത്രയോ മറ്റു അന്യമതവിശ്വാസികൾ ആറ്റുകാല് പോയി പൊങ്കാല ഇടുന്നു. എന്താ കാര്യം? അവരെല്ലാം ഓരോ മതത്തിലുള്ളവരാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിലുള്ളത് ഭാരതീയമായ സംസ്കാരമാണ്, നമ്മുടെ അനന്യമായ സംസ്കാരമാണ്. അവർക്കറിയാം, മതപ്രചാരകന്മാർ എന്ത് പറഞ്ഞാലും എല്ലാ വിശ്വാസങ്ങളും ഒരേ ദിശയിലേക്ക് നമ്മളെ നയിക്കുന്ന, ഒരേ ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് കേട്ടിക്കാണും, സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരിത്രം എടുത്തു വായിച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് സ്വാമി വിവേകാനന്ദൻ പോയി. സ്വാമി വിവേകാനന്ദൻ ഒരു ഗുരുവിനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. പല ഗുരുക്കന്മാരെ കണ്ടു. സ്വാമി വിവേകാനന്ദന് തൃപ്തിയായില്ല. തൃപ്തിയാകാതിരിക്കാൻ ഒരു കാരണമാണ്, ഈ ഗുരുക്കന്മാരോടൊക്കെ ചോദിച്ചു, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ബാക്കി എല്ലാ കാര്യം പറയും. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. ഒടുവിൽ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്തെത്തി. അദ്ദേഹത്തോട് ഒരുപാട് സംസാരിച്ചു. ഒടുവിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ, എൻ്റെ മുന്നിലിരിക്കുന്ന നിന്നെ എങ്ങനെ ഞാൻ കാണുന്നുവോ അതേപോലെ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞു. ആ ശ്രീരാമകൃഷ്ണന്റെ ജീവചരിത്രത്തിൽ രാമകൃഷ്ണ പരമഹംസർ പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ ദൈവത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ കാളിയുടെ രൂപത്തിൽ ദൈവത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ ശിവന്റെ രൂപത്തിൽ ദൈവത്തെ സാക്ഷാത്കരിച്ചിട്ടുണ്ടെന്നാണ്. നോക്കൂ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ രൂപത്തിൽ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്നാണ്. വേറെ ഏതെങ്കിലും നാട്ടിൽ ഇത് ചിന്തിക്കാനാവോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് കേവലം നമ്മുടെ പ്രചരണത്തിനുള്ള വിശ്വാസമല്ല, നമ്മളുടെ എല്ലാം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സംസ്കാരമാണ്, വിശ്വാസ പ്രമാണമാണ്. ഈ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിങ്കിലേക്കുള്ള പല വഴികളാണ് എന്ന് ലോകം അംഗീകരിക്കുന്നുവോ, എന്ന് ആ സംസ്കാരം ലോകം ഏറ്റെടുക്കുന്നുവോ, അന്ന് മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയുന്നത് വരെ, അങ്ങനെ വിശ്വസിക്കാത്തത് വരെ മതങ്ങൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കും. മതങ്ങൾ തമ്മിൽ കലഹരിച്ചുകൊണ്ടിരിക്കും. ഒരു കഥയുണ്ട്. മതപരിവർത്തനം എന്നുള്ളത് ഹിന്ദുക്കളിലില്ല. ഹിന്ദുക്കൾ മതപരിവർത്തനം ചെയ്യാറില്ല ആരെയും. അപ്പോൾ കുറേ ആളുകളൊക്കെ മതപരിവർത്തനം ചെയ്തപ്പോൾ രാജാവിനോട് ആളുകൾ പോയി പറഞ്ഞു, നമുക്ക് തിരിച്ച് കുറേ പേരെ കൊണ്ടുവരണം, അവർക്ക് തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ പൂജാരിയെ പോയി കണ്ടു. പൂജാരിയെ പോയി കണ്ടു പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു മതപരിവർത്തനം ചെയ്യാൻ നമുക്ക് മന്ത്രങ്ങളോ വേദങ്ങളിലോ ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്കത് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ചടങ്ങ് നമുക്കില്ല. ഒന്ന് ഓർത്ത് നോക്കണേ, അങ്ങനെ ഒരു ചടങ്ങ് നമുക്കില്ല. കാരണം പരിവർത്തനത്തിൻ്റെ ആവശ്യമെന്ത്? പരിവർത്തനത്തിൻ്റെ ആവശ്യമെന്ത്? ഒരാവശ്യവുമില്ല. അങ്ങനെ അനന്യമായ ഒരു സംസ്കാരം ഉള്ള ഭാരതം, നമ്മുടെ ദേശം, ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങളിലും ഭഗവാനുണ്ട്, ഭഗവാന്റെ അംശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരം. മനുഷ്യനിൽ മാത്രമല്ല, മൃഗങ്ങളിലും മത്സ്യങ്ങളിലും വൃക്ഷങ്ങളിലും പർവ്വതങ്ങളിലും പുഴയിലുമെല്ലാം ദൈവത്തെ കാണുന്ന അനന്യമായ ഒരു സംസ്കാരം. ഈ സംസ്കാരം, ഈ വിശ്വാസം, ഇതൊരു മതവിശ്വാസമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, അല്ല, അതൊരു മതവിശ്വാസമല്ല. കാരണം ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. ഹിന്ദു എന്ന് പറഞ്ഞൊരു മതമില്ല. മതം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഭാരതത്തിനില്ല. വിദേശത്ത് നിന്ന് മറ്റു മതങ്ങൾ വന്നപ്പോൾ അവരിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ഹിന്ദു മതം പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ക്ഷേത്രവിശ്വാസികൾ മാത്രമാണോ ഹിന്ദു മതത്തിലുള്ളത്? ഏറ്റവും വലിയ ഹിന്ദു സംഘടനയാണ് ആര്യസമാജം. ആര്യസമാജം വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നില്ല. ആര്യസമാജികൾ, അവർക്ക് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ല. അവർ ഹിന്ദുക്കളല്ലേ? അല്ലേ? നമ്മുടെ നാട്ടിൽ വെളുത്ത വസ്ത്രം ധരിച്ച് പൂജയൊക്കെ നടത്തുന്ന ഒരു കൂട്ടാൾക്കാരുണ്ടല്ലോ, ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയ. നിങ്ങൾ ആരെങ്കിലും അവരുടെ അടുത്ത് പോയിട്ടുണ്ടോ? ഹിന്ദുക്കളാണ്. അവർ പറയും, ശിവൻ എന്ന് പറഞ്ഞാൽ ഈ കാളപ്പുറത്ത് ഇങ്ങനെ ഭസ്മം തൊട്ടിരിക്കുന്ന ആളല്ല ശിവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ ശിവമാണ്, പ്രപഞ്ചമാണ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തലയുള്ള ഒരു മനുഷ്യനല്ല ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമാണ്, പരബ്രഹ്മമാണ്. ഇത് പറയുന്ന ആളുകളും ഹിന്ദുക്കളാണ്. ഇനി ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഹിന്ദുക്കളാകാൻ പറ്റുമോ? ആകാൻ പറ്റും. ചാർവാകൻ എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു, ചാർവാകൻ. ആ ചാർവാകൻ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ്. ചാർവാകൻ പറഞ്ഞു, ചാർവാകൻ പറഞ്ഞു, ഭസ്മേ ഭൂതസ്യ ദേഹസ്യ പുനരാഗമന കുതഃ തസ്മാത് സർവത് പ്രയത്നേന ഋണം കൃത്വാ ഘൃതം പീബേത്. എന്താണ് അതിനർത്ഥം അറിയോ? ഭസ്മേ ഭൂതസ്യ ദേഹസ്യ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹം ഒരു പിടി ചാമ്പലായിട്ട് മാറും. പുനരാഗമന കുതഃ, പുനരാഗമനം എന്ന് പറഞ്ഞാൽ പുനർജന്മം. പുനർജന്മം എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. ഇവരൊക്കെ നിങ്ങളെ പറ്റിക്കാൻ പറയുന്നതാണ്. പുണ്യം ചെയ്താൽ പുനർജനിക്കും, പാപം ചെയ്താൽ, ഇതെല്ലാം തട്ടിപ്പാണ്. പുനരാഗമന കുതഃ തസ്മാത് സർവത് പ്രയത്നേന, നിങ്ങൾ എന്തും അധ്വാനിച്ചിട്ടാണെങ്കിലും ശരി, ഋണം കൃത്വാ ഘൃതം പീബേത്,
കടം മേടിച്ചിട്ടാണെങ്കിലും നല്ല നെയ്യൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുക. ഈ ജന്മത്തിൽ പുനർജന്മം ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ചാർവാകൻ. ഭാരതത്തിൻ്റെ അടിസ്ഥാനമായ ആത്മീയ അല്ലെങ്കിൽ സ്പിരിച്വൽ തോട്ടിനെതിരാണ് ഈ പറയുന്നത്. ആ ചാർവാകനെ നമ്മൾ വിളിക്കുന്നത് മഹർഷി എന്നാണ്. ദൈവമില്ല എന്ന് പറയുന്ന ചാർവാകൻ നമുക്ക് മഹർഷിയാണ്. മഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഋഷിയാണ്. മഹാഭാരതത്തിൽ പറയുന്നു, രാമായണ യുദ്ധമെല്ലാം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുന്നു. വനവാസമെല്ലാം കഴിഞ്ഞ് രാമായണത്തിൻ്റെ അല്ല, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ധർമ്മപുത്രർ തിരിച്ചു വരുന്നു. ധർമ്മപുത്രർ തിരിച്ചു വന്നപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഈ നാട്ടുകാർക്കും ഇവിടുത്തെ ചാർവാകന്മാർക്കും ഒക്കെ സുഖമല്ലേ എന്നാണ്. ചാർവാകന്മാർക്കൊക്കെ സുഖം തന്നെയല്ലേ, എല്ലാവരും ശാന്തരല്ലേ എന്നാണ്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം സുഖമല്ലേ എന്നാണ്. അപ്പോൾ അവിശ്വാസിയും ഹിന്ദുവാണ്. വിഗ്രഹാരാധനയിൽ വിശ്വസിക്കാത്തവരും ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിത രീതിയാണ്. ഈ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരെല്ലാം തന്നെ ഹിന്ദുക്കളാണ്. ആ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് ഇന്ന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ക്ഷേത്രവിശ്വാസികളാണ്. പക്ഷേ ക്ഷേത്രവിശ്വാസികൾ മാത്രമല്ല ഹിന്ദുക്കൾ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മളെ അടിസ്ഥാനമായിട്ട് പിടിച്ചു നിർത്തുന്നത് ഈ ധർമ്മം എന്നുള്ള കാഴ്ചപ്പാടാണ്. ഈ ധർമ്മം ഞാൻ ആദ്യം പറയുന്നത് പോലെ നിയമമാണ്. എന്താണ് നിയമം? ധർമ്മം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ധർമ്മമുണ്ട്, രാജധർമ്മം. പ്രമോദിനും ഇവിടെ വേണുഗോപാലൊക്കെ ഉണ്ട്, വേണുഗോപാലിനറിയാം. അഡ്മിനിസ്ട്രേറ്റീവ് ലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയും. രാജാവ് പാലിക്കേണ്ട നിയമങ്ങളാണ് രാജധർമ്മം. മാതൃധർമ്മം എന്ന് പറയും. അമ്മമാര് പാലിക്കേണ്ട നിയമമാണ്. എന്താണ് അമ്മമാര് പാലിക്കേണ്ട നിയമം? അമ്മമാര് കുട്ടികളെ നല്ലവണ്ണം വളർത്തുക, സംസ്കാര സമ്പന്നരായിട്ട് വളർത്തുക, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, ആ കുട്ടികളെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുക. ഇതൊരു മാതാവിൻ്റെ ധർമ്മമാണ്. പിതൃധർമ്മം എന്താണ്? പിതാവിൻ്റെ ധർമ്മം. പിതാവിൻ്റെ ധർമ്മം ആ കുടുംബം നോക്കുക, ആ കുടുംബത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും ഐശ്വര്യത്തിനും വേണ്ടി അധ്വാനിക്കുക. അത് പിതാവിൻ്റെ ധർമ്മമാണ്. അതുപോലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ധർമ്മമുണ്ട്. കുട്ടികളുടെ ധർമ്മം എന്താണ്? ആ പ്രായത്തിൽ പഠിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ധർമ്മം. അങ്ങനെ ഓരോ വിഭാഗം ആളുകൾക്കും ഗുരുവിന് ധർമ്മമുണ്ട്, കുട്ടികൾക്ക് ധർമ്മമുണ്ട്, അമ്മയ്ക്ക് നിയമമുണ്ട്, അച്ഛന് നിയമമുണ്ട്, രാജാവിന് നിയമമുണ്ട്. ഈ ധർമ്മം ഇതാരും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മൾ സ്വയം പാലിക്കുന്നതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് പുറത്തേക്ക് ഈ ഉത്സവം കഴിഞ്ഞ് പോകുമ്പോൾ ആ നടയിൽ എവിടെയെങ്കിലും ഒരു 500 രൂപയുടെ നോട്ട് കിടക്കുന്നു താഴെ, ആരും കണ്ടില്ല, നമുക്ക് വേണേൽ പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോവാം. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പോവുമോ? ഇവിടെ നിന്ന് ഒരു 500 രൂപയുടെയോ 100 രൂപയുടെയോ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോക്കറ്റിൽ വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും പോവുമോ? നിങ്ങൾ പോവില്ല, ആരും പോവില്ല. ഇതാരുടെയാണെന്ന് ചോദിക്കും. ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ ഓഫീസിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ആ ഭണ്ഡാരത്തിലിടും. നിങ്ങളത് കൊണ്ടുപോയാൽ ഒരു പോലീസ് നിങ്ങളെ പിടിക്കാൻ പോകുന്നില്ല, നിങ്ങളെ ആരും ശിക്ഷിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് ധർമ്മമല്ല, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ബോധം, ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പത്രങ്ങൾ വായിച്ചറിയാം, പലപ്പോഴും ഓട്ടോറിക്ഷക്കാരൻ 5 ലക്ഷം രൂപ ഓട്ടോറിക്ഷയിൽ കളഞ്ഞു വെച്ചത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. അത് പോലീസിനെ പേടിച്ചിട്ടൊന്നുമല്ല, പോലീസിനെ പേടിച്ചോ കേസ് വരുമെന്ന് പേടിച്ചിട്ടല്ല. അയാൾ 5 ലക്ഷം രൂപ എവിടെ കളഞ്ഞു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ഇത് എൻ്റെ പൈസയല്ല, ഇത് എൻ്റെ അല്ല, ഇത് അർഹതപ്പെട്ടവന് കൊടുക്കണം എന്നുള്ള നമ്മുടെ ധാർമ്മിക ബോധത്തിൽ നിന്നും, നമ്മുടെ ധാർമ്മികമായ ബോധത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാം മുന്നോട്ട് നയിക്കുന്നത് പാർലമെൻറ്റും അസംബ്ലിയും ഉണ്ടാക്കിയ നിയമങ്ങളെക്കാൾ കൂടുതൽ ഈ ധർമ്മബോധമാണ്. ഈ ധാർമ്മികമായ ബോധമാണ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ നാടിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ധർമ്മത്തെ മുറുകെ പിടിക്കുക. ഏറ്റവും വലിയ ഈശ്വരാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധർമ്മത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട ധർമ്മം നമ്മൾ ചെയ്യാതെ ഈശ്വരനെ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യേണ്ട ധർമ്മം, നമ്മൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ചെയ്യേണ്ട ധർമ്മം, ഭർത്താവാണെങ്കിൽ കുടുംബത്തോട് ചെയ്യേണ്ട ധർമ്മം, കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസത്തോട് ചെയ്യേണ്ട ധർമ്മം,
ആ ചെയ്യേണ്ട ധർമ്മം നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ സർവൈശ്വര്യമുള്ള ഒരു സമൂഹവും കുടുംബവും വ്യക്തിയും നാടും ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. ആ ധർമ്മത്തെ മുറുകെ പിടിച്ചു കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും ആകട്ടെ. അതിന് ഈശ്വരൻ മൂർഖനാട്ടപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം അല്പനേരം ചെലവഴിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.